ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് ഓഡിറ്റിന്റെ രണ്ടാം ഭാഗമാണ്. ഇത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിനും കേരള ബാങ്കിന്റെ ക്ലർക്ക് കാഷ്യർ എക്സാമിനും പിന്നെ CSEB എക്സാമിന് ഇപ്പോൾ PSCയുടെ എക്സാം നടക്കുന്ന ഏപ്രിൽ മാസം നടക്കുന്ന കേര ഫെഡ് ജൂനിയർ അസിസ്റ്റന്റ് LD ക്ലർക്ക് അപ്പെക്സ് സൊസൈറ്റീസ് എല്ലാ എക്സാമിനും പ്രയോജനപ്പെടുന്നതാണ്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് ആദ്യം കാണുക. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഇനി ഒരു പാർട്ടും കൂടി ഈ കോപ്പറേറ്റീവ് ഓഡിറ്റിനെ കുറിച്ചുണ്ട്. അത് അടുത്ത ദിവസം തന്നെ ഇടുന്നതാണ്. Question number 1. Who prepare draft audit certificate? Answer, auditor himself. Auditor തന്നെയാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. Question number 2. Vouching, auditing of daybook with general ledger, checking of personal ledger, admission register, etc. Answer, routine checking. Question number 3. If a cooperative society remain classified as a D for 2 consecutive years, if will have to be dash. Answer, liquidated. Question number 4. DCA defined in section dash. Answer, section 2HB. 2HBയിലാണ് DCA കുറിച്ച് KCS ആക്ട് ഡിഫൈൻ ചെയ്യുന്നത്. Question number 5. In a summary defects of routine nature are furnished in routine nature ഉള്ള summary defects പറയുന്നത് പാർട്ട് ബിയിലാണ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൂട്ടീൻ ചെക്കിംഗ് ഈസ് എ പാർട്ട് ഓഫ്
ആൻസർ വൗച്ചിങ്. ഒരു OT ചെക്കിങ്ങിന്റെ ഒരു പാർട്ടാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. Responsible to rectify the defects of audit. ആൻസർ മാനേജിംഗ് കമ്മിറ്റി. ഒരു മാനേജിംഗ് കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഓഡിറ്റിലുള്ള ഡിഫക്ട്സുകളെല്ലാം റെക്ടിഫൈ ചെയ്യേണ്ടത്. Dash are paper or documents which consist of details about account which are under the audit. ആൻസർ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. ഓഡിറ്റ് ചെയ്യുമ്പോൾ ഓരോ ഓഡിറ്റ് ചെയ്യുമ്പോഴും അതിന്റെ ഡീറ്റെയിൽസ് എഴുതി വയ്ക്കുന്ന പേപ്പർ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റിനെയാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് പറയുന്നത്. ഇതെപ്പോൾ സൂക്ഷിക്കുന്നത് ഓഡിറ്റ് ക്ലർക്കോ ഓഡിറ്ററോ ആയിരിക്കും. Question number 9. An auditor of a cooperative society should be start an audit from Answer. The date on which last audit is made. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ഓഡിറ്റ് എന്നാണോ അവസാനിച്ചത് അതിന്റെ തൊട്ടടുത്ത ദിവസം മുതലാണ്. Question number 10. Audit certificate is issued by ആൻസർ DC ആണ്. DC ആണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. Question number 11. Dash is issued for planning next years of audit. ആൻസർ ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ. ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് വെച്ചാൽ എന്താ, ഒരു ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന എന്തായാലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എഴുതി സൂക്ഷിക്കുന്നതാണ്. അതിൽ തന്നെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡിഫക്ട്സുകൾ ഉണ്ടെങ്കിലോ എല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അത് നെക്സ്റ്റ് ഇയർ ഓഡിറ്റ് ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യും. അതനുസരിച്ചാണ് അവർ നെക്സ്റ്റ് ഇയറിലുള്ള ഓഡിറ്റ് തയ്യാറാക്കുന്നത്, അതിന്റെ പ്ലാനിങ് എല്ലാം തയ്യാറാക്കുന്നത്. Question number 12. Test audit means
ആൻസർ കംപ്ലീറ്റ് റീ ഓഡിറ്റ് അക്കൗണ്ട്സ്. ടെസ്റ്റ് ഓഡിറ്റ് എന്ന് അർത്ഥമാക്കുന്നത് എന്താണ്? അക്കൗണ്ട്സിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള റീ ഓഡിറ്റ് ആണ്. Question number 13. Dash is a medium through which an auditor expresses his opinion on the state affairs of society's client business. Answer audit report. Question number 14. An auditor report contains certain specification or condition is called. ആൻസർ ക്വാളിഫൈഡ് റിപ്പോർട്ട്. ഇത് സ്ഥിരം ചോദിക്കുന്നതാണ്. ക്വാളിഫൈഡ് റിപ്പോർട്ട്, അൺക്വാളിഫൈഡ് റിപ്പോർട്ട്. അതെന്താണ്? ആൻ ഓഡിറ്റ് റിപ്പോർട്ട് കണ്ടെയ്ൻസ് സർട്ടൺ സ്പെസിഫിക്കേഷൻ ആൻഡ് കണ്ടീഷൻ ഉള്ളതിനെ എന്തറിയപ്പെടുന്നു? ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. Question number 15. Any credit society whose working capital shall not exceed dash shall be exempt from audit fee. ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ 2000-ന് താഴെയാണ് വരുന്നതെങ്കിൽ അവരെ എന്ത് ചെയ്യുന്നു? ഓഡിറ്റ് ഫീയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. Question number 16. Audit fee is calculated at the rate of. ഓരോ സൊസൈറ്റിയുടെ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് റേറ്റ് അനുസരിച്ചാണ്? ഓരോ 100 രൂപയ്ക്കും 50 പൈസ എന്ന നിരക്കിലാണ് ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഓഡിറ്റ് ഫീ എത്രയാണ്? മാക്സിമം 1 lakh ആണ്. അത് കൂടുതൽ ഇപ്പോൾ 50 പൈസ 100 രൂപയ്ക്ക് 50 പൈസ എന്ന കണക്കിൽ ചെയ്താൽ കൂടുതൽ എമൗണ്ട് വരികയാണെങ്കിലും 1 ലക്ഷം രൂപയിൽ അത് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. Question number 17. Audit fee calculated by. ആൻസർ ഓഡിറ്റർ. ഓഡിറ്റ് ഫീ, ഒരു സൊസൈറ്റിയുടെ ഓഡിറ്റ് ഫീ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓഡിറ്റർ ആയിരിക്കും. Question by 18. In credit society, audit fee is calculated on the basis of.
ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും വർക്കിംഗ് ക്യാപിറ്റലിന്റെ ബേസിലായിരിക്കും. Question number 19. Maximum audit fee of social welfare society which expended deposit. ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ മാക്സിമം ഓഡിറ്റ് ഫീ എപ്പോഴും 50,000 രൂപയാണ്. Question number 20. Maximum audit fee of dairy society. $25,000 ഡയറി സൊസൈറ്റിയുടെ മാക്സിമം ഓഡിറ്റ് ഫീ. Question number 21. In PCRDB, audit fee is calculated. ഒരു PCRDBയിൽ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എ ലോൺ എഗ്രിഗേറ്റ് ഓഫ് ലോൺ ഇഷ്യൂഡ് ആൻഡ് റീപെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ. ഒരു വർഷത്തെ ലോൺ ഇഷ്യൂ ചെയ്യുന്നതും അത് റീപെയ്ഡ് ചെയ്യുന്നതിന്റെ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Question number 22. In COAFED, audit fee is calculated. ഒരു കയർഫെഡിലെ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്ന എപ്പോഴും കയർ സെയിൽസ് ആൻഡ് കമ്മീഷൻ റിസീവ്ഡ്, കയർ സെയിൽ ചെയ്യുന്നതിൻ്റെയും അതിൻ്റെ കമ്മീഷൻ കിട്ടുന്നതിൻ്റെയും അനുസരിച്ചാണ് കയർഫെഡിലെ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Question number 23. Maximum audit fee of transport societies. Answer 25,000 ആണ് മാക്സിമം ഓഡിറ്റ് ഫീ ഓഫ് ട്രാൻസ്പോർട്ട് സൊസൈറ്റീസ്. Question number 24. Audit fee is calculated by DWCS and consumer fund on the basis of.
സെയിൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് എവർ ഈസ് ഹയർ. സെയിലാണോ വർക്കിംഗ് ക്യാപിറ്റലാണോ ഏതാണോ കൂടുതൽ അതനുസരിച്ചായിരിക്കും ഡിസ്ട്രിക്ട് ഓഫ് ഹോൾസെയിൽസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും കൺസ്യൂമർ ഫെഡിന്റെയും ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Question number 25. Audit fee is paid to dash. ആൻസർ ഗവൺമെന്റ്. ഓഡിറ്റ് ഫീ കൊടുക്കുന്നത് എപ്പോഴും ഗവൺമെന്റിനാണ്. Question number 26. In Vanilla societies which do not expect deposit, audit fee is calculated on the basis of. ഡെപ്പോസിറ്റ് സ്വീകരിക്കാത്ത വനിതാ സൊസൈറ്റിയിൽ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും അതിന്റെ ബേസിലാണ്, ഗ്രോസ് ഇൻകത്തിന്റെ ബേസിലാണ്. Question number 26. In primary consumer societies, audit fee calculated on the basis of. ഒരു പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റിയിൽ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നപ്പോൾ സെയിൽസ് പ്രൊസീഡ്സ് അനുസരിച്ചാണ്. Question number 27. Levy audit fee is specified in. ആൻസർ റൂൾ 65. ലെവി ഓഡിറ്റ് ഫീ സ്പെസിഫൈ ചെയ്യുന്ന റൂൾ 65 ആണ്. Question number 28. If the working capital size turnover is below 10 crore, maximum audit fee shall be. Question number 28. If the working capital size turnover below 10 crore, maximum audit fee shall be. ഒരു വർക്കിംഗ് ക്യാപിറ്റൽ എപ്പോഴും 10 കോടിക്ക് താഴെയാണെങ്കിൽ മാക്സിമം ഓഡിറ്റ് ഫീ എത്രയായിരിക്കും? 50,000 രൂപയാണ്. Question number 29. Every society should pay audit fee to government within dash days from the date to receipt of audit certificate.
ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 30 ദിവസത്തിനകമാണ് ഓഡിറ്റ് ഫീ ഗവൺമെന്റിന് അടയ്ക്കേണ്ടത്. Question number 13. Net profit of a cooperative society is disposed by. Answer: general body. Question number 31. Special report is otherwise known as. സ്പെഷ്യൽ റിപ്പോർട്ടിനെ അറിയപ്പെടുന്നത് എന്താണ്? കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. Question number 32. If any doubt arising in connection with the fixation of audit fee, should be decided by. Answer: DCA. Number 33. The duty to causes the audit accounts of every cooperative society entrusted with a dash. Answer: managing committee. The next question. Cooperative audit is a dash audit. Answer: independent audit. ചിലപ്പം കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് എ ഡാഷ് എന്ന് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് കൊടുത്തിരിക്കും. എങ്കിൽ അത് എഴുതുക. ഓപ്ഷൻ എങ്ങനെയാണോ വരുന്നത് അതനുസരിച്ച് എഴുതുക. Question number 35. In a cooperative audit, the provisions of overdue interest shall be.
Answer 100% overdue amount. Question number 36. Audit classification is done by. Answer concerned auditor. Concerned auditor ആണ് audit classification ഓരോ സൊസൈറ്റിയിൽ ചെയ്യുന്നത്. Number 37. A society can classified as B. Get a dash mark. ഒരു സൊസൈറ്റിയിൽ ബി ക്ലാസ് ആണെങ്കിൽ ആ സൊസൈറ്റിക്ക് എത്ര മാർക്കാണ് കിട്ടുന്നത്? ആൻസർ 50 to 15. അതാണ് ബി ക്ലാസ്. എ ക്ലാസ്സിന് എങ്ങനെയാണ്? എ ക്ലാസ്സിന് 6% കിട്ടുന്നതാണ് എ ക്ലാസ്. സി ക്ലാസ് എങ്ങനെയാണ്? സി ക്ലാസ് 35 to 14A. ഡി ക്ലാസ് ആണെങ്കിൽ ബിലോ 35 ആണ്. മനസ്സിലായല്ലോ? എ ക്ലാസ് എങ്ങനെയാണ്? എ ക്ലാസ് 60%, ബി ക്ലാസ് 50 to 59, സി ക്ലാസ് 35 to 49, ഡി ക്ലാസ് ബിലോ 35. Question number 38. Cooperative audit is a dash audit. ഈ ക്വസ്റ്റ്യൻ തന്നെ നേരത്തെ ചോദിച്ചിരുന്നു. കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് അതിൽ ആൻസർ കൊടുത്തുന്നത് ഇൻഡിപെൻഡൻസ് ഓഡിറ്റ് എന്നാണ്. ഇപ്പോൾ ഇതിൽ വേറൊരു ഓപ്ഷൻ കമ്പൽസറി ഓഡിറ്റ്, ഫൈനൽ ഓഡിറ്റ്, എക്സ്റ്റേണൽ ഓഡിറ്റ്. ഇപ്പൊ ഏതാണോ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് അതനുസരിച്ച് എഴുതുക. Question number 39. Audit certificate contains sign and seal of dash. ആൻസർ അപ്രൂവിംഗ് ഓഫീസർ. ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൽ സൈൻ സീൽ എപ്പോഴും സൊസൈറ്റിയിൽ അപ്രൂവ് ചെയ്തിരിക്കുന്ന ഓഫീസറിനായിരിക്കും. Question number 40. No society shall be classified as a B whose principal overdue exceed ഒരു ബീസ് ക്ലാസ് സൊസൈറ്റിയുടെ പ്രിൻസിപ്പൽ ഓവർഡ്യൂ എപ്പോഴും 25% കൂടാൻ പാടില്ല. Question number 41. Dash is a summarized form of audit note.
ഒരു ഓഡിറ്റ് നോട്ടിന്റെ ഒരു സമ്മറൈസ്ഡ് ഫോമാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. Question number 42. Maximum audit fee of Vanida Society which do not expect deposit. Answer 10,000. ഈ ക്വസ്റ്റ്യൻ നേരത്തെ നമ്മൾ പഠിച്ചതാണ്. മാക്സിമം ഓഡിറ്റ് വനിതാ സൊസൈറ്റി ഡു നോട്ട് എക്സ്പെക്ട് ഡിപ്പോസിറ്റ്. ഡിപ്പോസിറ്റ് സ്വീകരിക്കാത്ത വനിതാ സൊസൈറ്റി ആണെങ്കിൽ ഓഡിറ്റ് ഫീ 10,000 രൂപയായിരിക്കും. ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന വനിതാ സൊസൈറ്റി ആണെങ്കിൽ നേരത്തെ എത്രയാണ് പഠിച്ചത്? 50,000 രൂപയായിരിക്കും. Question number 43. The maximum audit fee of cooperative society is 1 lakh. Its working capital says turnover is dash. സൊസൈറ്റിയുടെ മാക്സിമം ഓഡിറ്റ് ഫീ എന്ന് പറയുന്നത് 1 lakh ആണ്. അത് ഏതനുസരിച്ചാണ് കണക്കാക്കുന്നത്? ഇറ്റ്സ് എ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സെയിൽസ് ടേൺ ഓവർ അനുസരിച്ചാണ് ഒരു സൊസൈറ്റിയുടെ ഓഡിറ്റ് ഫീ കണക്കാക്കുന്നത്. ഒരു സൊസൈറ്റിയുടെ 1 lakh ഓഡിറ്റ് ഫീ വേണമെങ്കിൽ ആ സൊസൈറ്റിക്ക് എത്രയായിരിക്കണം സെയിൽസ് ടേൺ ഓവർ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ? എബോ 10 crore ആയിരിക്കണം. ബിലോ 10 crore ആണെങ്കിൽ എത്രയാണ് ഓഡിറ്റ് ഫീ? 50,000 രൂപയാണ് ഓഡിറ്റ് ഫീ. അത് രണ്ടും മറന്നു പോരുത്. എബോ 10 crore ആണെങ്കിൽ 1 lakh, ബിലോ 10 crore ആണെങ്കിൽ എന്താണ്? 50,000 ആണ്. Question number 44. Every cooperative society whose first day shares exempt from audit fee. ഒരു സൊസൈറ്റി പുതുതായിട്ട് ആരംഭിക്കുമ്പോൾ അതിന്റെ ഒരു വർഷത്തെ ഓഡിറ്റ് ഫീ എപ്പോഴും സൗജന്യമായിരിക്കും. അതിന് ഏത് സൊസൈറ്റി ആയിരുന്നാലും ആരംഭിച്ച് ആദ്യത്തെ വർഷം എന്ത് ചെയ്യണം? ഓഡിറ്റ് ഫീ കൊടുക്കണ്ട. Question number 45. Audit notice prepared by ഓഡിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഓഡിറ്റർ ആണ്. Question number 46. In the case of newly registered societies, remain unclassified for first dash years. ഒരു പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത സൊസൈറ്റിയെ ആദ്യത്തെ 2 വർഷം എന്ത് ചെയ്യുന്നില്ല? അൺക്ലാസിഫൈഡ് ചെയ്തിരിക്കും. എന്ന് വെച്ചാൽ ക്ലാസിഫൈ ചെയ്യാറില്ല. എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാറില്ല. 3ാമത്തെ വർഷമാണ് എന്ത് ചെയ്യുന്നത്? സൊസൈറ്റിയെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ കൺഫ്യൂസിങ് ആവും. എ ന്യൂലി രജിസ്റ്റേർഡ് സൊസൈറ്റി റിമെയിൻ അൺക്ലാസിഫൈഡ് ഫോർ ഫസ്റ്റ് ഡാഷ് ഇയേഴ്സ്. ഫസ്റ്റ് ഡാഷ് ഇയേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ എത്ര? 2 years ആണ്. ആദ്യത്തെ 2 വർഷം എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നില്ല. 3ാമത്തെ വർഷം മാത്രമാണ് സൊസൈറ്റിയെ ക്ലാസിഫൈ ചെയ്യുന്നത്. Question number 47. Net profit of cooperative societies appear in the dash of balance sheet.
സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റ് എപ്പോഴും ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. ഒരു സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റ് എപ്പോഴും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റ് എപ്പോഴും കാണിക്കുന്നത് എവിടെയാണ്? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ്. Question number 48. In a cooperative audit, who prepare trading, profit and loss account and balance sheet? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റും എല്ലാം തയ്യാറാക്കുന്നത് എപ്പോഴും ഓഡിറ്ററാണ്. Question number 49. In a cooperative audit, overdue interest and its provisions are determined by answer auditor. In a cooperative society, overdue interest and provision determine ചെയ്യുന്നത് എപ്പോഴും ഓഡിറ്റർ ആണ്. Question number 15. Auditor report is submitted to who? DCA. Auditor report submit ചെയ്യുന്നത് DCA ക്കാണ്.